ഞാനും അഞ്ചും കുഞ്ഞുമറിയും കൂടെ ഇന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് സ്കോട്ട്ലൻഡ് ഡ്രൈവ് ചെയ്യുവാണ്. ഏകദേശം 1200 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഹമ്മർ H3 കേട്ടോ. നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. യാത്ര ഒരു കുഴപ്പമില്ല. ഒരു തമ്പി ഇവിടെ കിടന്ന് ഉറക്കമായിരുന്നു. എന്നിട്ട് തമ്പി ഇപ്പൊ എണീറ്റിട്ട് അവൾക്ക് ആടിനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലേ കുഞ്ഞു പറയും? നമ്മൾ പോകുന്ന ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ആഴ്ച മൊത്തം നല്ല സണ്ണിയാണ് വെതർ. സണ്ണി എന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരിക്കും. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നല്ല വെയിലാണ്, പക്ഷെ ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് UK ക്ലൈമറ്റ് ആയിട്ട് മാറി പറഞ്ഞു നിൽക്കും. പിന്നെ മാഞ്ചസ്റ്റർ റൂട്ട് അത്ര അൺപ്രഡിക്റ്റബിൾ ആയിരിക്കത്തില്ല. സ്കോട്ട്ലൻഡ് കുഞ്ഞുമറി ആടിനെ കണ്ടോടി? അഞ്ചാമത് കാണിച്ചു കൊടുത്തിട്ട് ആ മലയിൽ ഫുൾ ആട് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു പെയിന്റിങ് കൂട്ടാണ് ഈ സ്കോട്ട്ലൻഡ് സൈഡിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ കാണുമ്പോൾ തോന്നുന്നു കേട്ടോ. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല പച്ച നിറമുള്ള, അതായത് എന്തോ ആൾക്കാരൊക്കെ വെട്ടി നിർത്തിയ കൂട്ട് നമ്മളൊക്കെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂട്ടുള്ള മലകളൊക്കെയാണ്. ചെറിയ മൊട്ടക്കുന്നുകള്, നമ്മുടെ മെഡോസ് കൂട്ട്. അപ്പൊ അവിടെ ഈ നല്ല വെളുത്ത ആടുകൾ നിൽക്കുമ്പോഴേക്കും നല്ലൊരു പെയിന്റിങ് കൂട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഏകദേശം 201 മൈൽസും കൂടെ ഉണ്ട്. ഇനി നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര് ഡങ്കൾഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫിഷിങ് ചെയ്യുക. അവിടെ ഫിഷിങ് ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം. അപ്പോൾ അവിടുത്തെ ലോക്കൽ അതോറിറ്റിയുടെ ലൈസൻസ് എടുക്കണം. നമുക്ക് അവിടെ പോയിട്ട് ഏതെങ്കിലും ടാക്കിൾ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ലൈസൻസ് ഒക്കെ എടുക്കണം. അപ്പോൾ അതിന്റെ മെയിൻ വീഡിയോസ്, അതായത് ഫിഷിങ്ങിന്റെ മെയിൻ വീഡിയോസ് നമ്മുടെ മെയിൻ ചാനലിലാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ഫാമിലി ചാനലിൽ നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിന്റെ ഫുൾ എപ്പിസോഡ്, നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന അക്കോമഡേഷൻ, അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ലോക്കൽ അട്രാക്ഷൻസ്. ഫ്രണ്ടിലേക്ക് നോക്കിയടി, ആ ഇത് കണ്ടോ, ആ ഒരു വ്യൂ കണ്ടോ? ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 89 മൈലേ ഉള്ളൂ. ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ച് കഴിക്കാൻ സമയമായി. 12:15 കേട്ടോ. അഞ്ചുവിന് വിശക്കാൻ തുടങ്ങി. 12:15 ആയതേ ഉള്ളൂ, പക്ഷേ വിശക്കാൻ തുടങ്ങി. കാരണം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മളൊരു സർവീസ് കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ വഴി മാറിയതുകൊണ്ട് ഇവർ പറയുവാണ് റീറൂട്ട് ചെയ്യണം നമ്മൾ. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് സർവീസ് ഏതാന്ന് നോക്കാം. സർവീസ് എവിടെയാണ് സർവീസ്? Bear left onto A70 towards Glasgow, then at the roundabout take the first exit onto B7078. ഇത് സർവീസ് എവിടെയാന്ന് ഒരു പറയുന്നില്ല ഇതിനകത്ത്. സർവീസ് ഒരു ബോർഡ് ഉണ്ട് 18 മൈൽസ്. ഇങ്ങോട്ട് സർവീസസ്. എവിടെ? എങ്ങോട്ട്? ഇങ്ങോട്ടെന്ന് പറയുമ്പോ എങ്ങോട്ടടി? ലെഫ്റ്റ്. അങ്ങനെ പറ, അല്ല ഇങ്ങോട്ടെന്ന് പറയുമ്പോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നീ അഞ്ച് ഇത് കട്ട് ചെയ്യണോടി ഇപ്പൊ ഞാൻ പറഞ്ഞത്? ഏത് വഴിയില്ലാത്ത നീ എന്തായി പറഞ്ഞേ? എടി നീ ഇങ്ങോട്ട് പറഞ്ഞ പോലെ ലെഫ്റ്റ് ഓർ റൈറ്റ് പറ. അതെനിക്ക് മനസ്സിലായി. വേണ്ടേ, ഇതൊക്കെ എല്ലാ വീട്ടിലുള്ള സംഭവങ്ങളാണ്. എസ്പെഷ്യലി ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നേ ഞാനും അഞ്ചും കുറെ നാൾ കൂടിയിട്ടാണ് ഡ്രൈവ് ചെയ്യുമ്പം ഇത്ര നേരം അടി ഉണ്ടാക്കാതിരിക്കുന്നല്ലേടി, അല്ലേ? ഇപ്പൊ 2-2.5 മണിക്കൂറായി നമ്മൾ അടി ഉണ്ടാക്കാതെ ഇരിക്കുവാണ്. യൂഷ്വലി അങ്ങനെയല്ല കേട്ടോ. 70 റോഡാണ്, സോറി 60 റോഡാണ്. ഇടി വഴിയൊക്കെ കാണിച്ചു കൊടുത്തടി. അപ്പുറത്തെ റൈറ്റ് സൈഡ് നല്ല കാട് കൂട്ടുള്ളൊരു സ്ഥലം. ഇവിടെ എങ്ങനെയാണ് സർവീസ് വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം യൂഷ്വലി സർവീസ് എല്ലാം നമ്മുടെ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ ആയിരിക്കും. പണ്ട് നമുക്ക് ഇതുപോലൊരു സർവീസ് മിസ്സായി ഞങ്ങൾ അകത്ത് കയറിയിട്ട്. പിന്നെ ഒരു സംഭവം, നിങ്ങൾ രാവിലത്തെ വീഡിയോ കണ്ടല്ലോ, നല്ല അടിപൊളി വെയിലല്ലായിരുന്നോ? ഇപ്പൊ ക്ലൈമറ്റ് എൻറ്റയർലി മാറി, നേരെ മഴ, സൂപ്പർ മഴ. ഇനിയിപ്പോൾ ഈ മഴയത്ത് നമ്മൾ എങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സർവീസിനകത്ത് കയറുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുട എടുത്തില്ല, കുട എടുക്കാമായിരുന്നു ആക്ച്വലി. നമ്മൾ ഇവിടുന്ന് കാർ പാർക്ക് എവിടെ? ഇവിടെയാണ്. അയ്യോ ശടാ, മഴ 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 മഴ. ഏതാ? കാർ പാർക്കിങ്ങിൽ നിന്ന് കുറേ ഉണ്ട് സർവീസിൻ്റെ അങ്ങോട്ടേക്ക്. ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ UK ഒരു ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകത. മഴ
എപ്പോൾ വേണമെങ്കിലും പെയ്യാം. അത് നല്ല സമ്മറിൽ നല്ല സണ്ണി ഡേ ആണെങ്കിൽ അപ്പോഴും മഴ പെയ്യാം. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തു. ഇതുണ്ടല്ലോ, വണ്ടിക്ക് അതെല്ലാം നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ ഫുഡ് കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. അതുപോലെ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡ് ഞങ്ങൾ ഇതിന് മുമ്പ് വന്നപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫുഡ് കിട്ടത്തില്ല. ഫുഡ് കിട്ടുവാണെങ്കിൽ പോലും നമുക്കത്ര പേഴ്സണലി എനിക്കത്ര ഇഷ്ടമില്ലാത്ത ഫുഡ്. നമ്മളൊന്ന് 5 പേർന്നുണ്ടോ കഴിച്ചത്? അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഫുഡ് ഉണ്ടാക്കിയാണത്. കാരണം കുഞ്ഞുമുറയും കൂടെ ഉണ്ട്. നമുക്ക് യാതൊരു രീതിയിൽ നമുക്ക് ഫുഡിൻ്റെ അടുത്ത് റിസ്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ റീസണബിൾ ആണ് കേട്ടോ. ഒരു ദിവസം 10,000 രൂപ നമുക്ക് സേവ് ചെയ്യാം അല്ലേടി മിനിമം. അല്ലേ? അതായത് നമുക്ക് അൺനെസസറി ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ നമുക്ക് വേറെ പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ബെറ്റർ സ്റ്റേ ബുക്ക് ചെയ്യാം. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആക്ടിവിറ്റി ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ നമുക്കത് പോസിബിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഈ സർവീസ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നുണ്ടല്ലോ. നേരത്തെ മഴ മാറി, ഇപ്പോൾ നല്ല വെയിലായി. തമ്പി ഇറങ്ങി വാ, ഷൂസ് ഇടിപ്പിച്ചോ? ഷൂസ് ഇടിപ്പിക്കോ? ഇപ്പം എൻ്റെ തമ്പീനെ പെട്ടെന്ന് ഷൂസ് ഇടിപ്പിക്കോ. നാട്ടുകാർ തമ്പീനെ ഷൂസ് ഇടിപ്പിക്കോ. തമ്പി ഉറങ്ങുമായിരുന്നു പറഞ്ഞ്. ഇവിടെ മൂക്കേലൊക്കെ പാട് കണ്ടോ. കുഞ്ഞുമറിയ സ്കോട്ട്ലൻഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കുഞ്ഞുമറിയത്തിൻ്റെ ഫസ്റ്റ് സ്കോട്ട്ലൻഡ് ട്രിപ്പാണ് കേട്ടോ. ബാ പോകാം. എന്നെ അവിടെ നിന്ന് കരഞ്ഞു കാണിക്കാണ് കേട്ടോ. ഇനി നമ്മുടെ വണ്ടിക്ക് അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ടൈറ്റ്ലി പാക്ഡ് ആണ്. ഇത് കണ്ടല്ലോ, നമ്മുടെ ടെൻ്റുണ്ട്, ചൂണ്ടയുണ്ട്, മീൻ പിടിക്കാനുള്ള നെറ്റുണ്ട്, ലഗേജ്, അതുപോലെ ഈ ഐസ് ബോക്സിനകത്താണ് നമ്മുടെ ഫുഡും കാര്യങ്ങളുമൊക്കെ. പിന്നെ അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ട്രാക്സിൻ്റെ ഡിഫൻഡർ ഇരിപ്പുണ്ട്. ഇതിനകത്താണ് നമ്മുടെ മെയിൻ സാധനം. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പണായി കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നല്ല ബീഫ് ഒലത്തിയത് ഐസ് ബോക്സിനകത്ത് വെച്ചിരിക്കുകയാണ്. 3 കിലോ ബീഫ് മേടിച്ച് ഒലത്തിയതാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് തുറന്നപ്പോൾ തന്നെ. അതിനകത്ത് ഐസും ഉണ്ട്, അപ്പോൾ അത് സേഫ് ആയിട്ടിരുന്നോളും. അതോടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടിക്കകത്ത് വരുന്നത്. അപ്പോൾ നല്ല വെയിലായല്ലോ. നമ്മൾ കൊണ്ട് നിർത്തിയപ്പോഴേക്ക് നല്ല മഴയായിരുന്നു. ഇപ്പോൾ നല്ല അടിപൊളി വെയിലായി. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്ക് ഇവിടെയൊക്കെ സാധനങ്ങളാണ് കേട്ടോ. നമ്മളിതിനകത്ത് ഫുള്ള് ടൈറ്റ്ലി പാക്ഡ് ആണ് വണ്ടിക്കകത്ത്. അഞ്ചു വാ, എണീറ്റ് വാ. വണ്ടി ലോക്ക് ചെയ്തിരിക്കുന്നു. ഇത് കണ്ടോ, കുറച്ച് മുമ്പ് നല്ല വെയിലായിരുന്നു. ഇതിപ്പോൾ അടുത്ത മഴക്കാർ പെയ്യുവാണ്. അടുത്ത മഴക്കാർ കയറി വരുവാണ്. അപ്പോൾ കുഞ്ഞുമറിൻ്റെ പൊട്ട് കാണിച്ചേ. പൊട്ടെന്തിയേ? പൊട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നമുക്ക് പൊട്ടുണ്ട് കേട്ടോ. ചിരിച്ചു കാണിച്ച പൊട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ സർവീസിലേക്ക് പോവുകയാണ്. പൊട്ടെന്ന് പറയുമ്പോഴേക്കും ചിരിച്ചു കാണിച്ചെന്നെ. ഇവിടുത്തെ സർവീസ് ഇതാണ് കേട്ടോ. ഒരു കൺട്രി സൈഡിലേക്ക് മാറിയുള്ളൊരു സർവീസാണ്. ഇവിടെ ഡിസേബിളിൻ്റെ 2 പാർക്കിംഗ് ഉണ്ട്. നേരെ അയ്യോ മഴ. അപ്പോൾ ഇതാണ് നമ്മുടെ സർവീസ്. ഇവിടെ നമുക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. നല്ല വെയിലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാമായിരുന്നു. പക്ഷേ നടക്കത്തില്ല. നമുക്ക് എന്താണെങ്കിലും അകത്ത് കയറേണ്ടി വരും. മഴ 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 കുഞ്ഞുമറിയും മഴ 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 5 കഴിഞ്ഞിട്ട് വെട്ടുപോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം. എവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും ഞങ്ങൾ നോക്കുവാണ്. നമ്മളിവിടെ സെറ്റിലായി വരുമ്പോഴേക്കും ഒരാൾ ഇവിടുന്ന് സെറ്റിൽ മാറി വരും. ഇത് കണ്ടോ കുഞ്ഞു, എന്നാ അത്? എന്നാ അത്? താഴെ പോലെ നീ പോയി മേടിച്ചോണ്ടോ? എന്നാ പിടിച്ചോ. നമ്മുടെ ഫുഡ് ഇവിടെ ഇരിപ്പുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അഞ്ചു ആണെങ്കിൽ കൊച്ചിന് ഫുഡ് മേടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും നല്ല ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി അവൾ പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരാൾ ഇവിടെ നിന്ന് കളിയാണ് കേട്ടോ. നമ്മളിവിടുന്ന് കുഞ്ഞുമറിയത്തിനുള്ള മാഷ്ഡ് പൊട്ടറ്റോയും മേടിച്ചു. ഇത് ഞാൻ വെച്ച ബീഫ് ഒലത്തിയതും ചോറും. അഞ്ചു ബീഫ് എങ്ങനെയാണ് അഞ്ചു? സത്യം ശരിക്കും പറയണം. ഒരു മിനിറ്റ്, സോപ്പിട്ട് സോപ്പൊന്നും വേണ്ട. സത്യമായിട്ട് പറഞ്ഞാ ബീഫ് എങ്ങനെയുണ്ട്? സൂപ്പറാ. ശരിക്കും ശരിക്കും അല്ലേ?
ബീഫ് നന്നാകാനായിട്ടുള്ള കാര്യം ഷാൻജിയോ. ആള് പറയുന്നത് അതേപടിയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു വള്ളി പുള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമില്ലാതെ, അല്ലെങ്കിൽ നമുക്കൊന്ന് ബീഫ് വെക്കാൻ നടത്തില്ല. വീഡിയോ ഓണാക്കും, അതുപോലെ ഇരുന്ന് ചെയ്യും. ഷാൻജിയോ താങ്ക്സ് ഉണ്ട് ബ്രോ, ഇല്ലാതെ നമ്മളൊക്കെ പട്ടിണി കിടന്നേനെ. അപ്പോൾ എന്താണല്ലേ കുഞ്ഞുമറിയത്തിൻ്റെ ഫുഡ് ഇവിടെ നിന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുമറിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ 5 മിനിറ്റ് വെയിറ്റിംഗ് ആണ്. പക്ഷേ മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. അടി എനിക്ക് റെഡ് ബുൾ മേടിച്ചോട്ടോ. റെഡ് ബുൾ മേടിച്ചോട്ടോ. ഇവിടെ കാണാമായിരിക്കുമല്ലോ. ഇത് ഫാം ഷോപ്പാണോ? ഓ, ഫാം ഷോപ്പ് ആയിട്ട് കാണാൻ ചാൻസ് ഇല്ല. ഒന്നുമില്ല ഇവിടെ, വേറെ ഒന്നും കാണത്തില്ല. അപ്പോൾ ഇവിടെ ഷോപ്പ് വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് കണ്ടല്ലോ വീണ്ടും മഴ. അഞ്ചു, നീ എന്തിനാ ഇവിടെ നിൽക്കണേ? വാ, ഓടിക്കോ. നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാണ് പ്രശ്നം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ടിയിൽ പോയി കയറിയില്ലെങ്കിൽ നന്നായിട്ട് മഴ നനയും. അഞ്ചുവിനും കൊച്ചിനും ജാക്കറ്റ് ഉണ്ട്, എനിക്ക് മാത്രം ജാക്കറ്റ് ഇല്ല. ഞാൻ ജാക്കറ്റ് എടുത്തില്ല. എനിക്ക് സത്യം പറഞ്ഞ ജാക്കറ്റ് ഇടുന്ന അത്ര ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ജാക്കറ്റ് എടുത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ചുമക്കണം, നനയും, ഇത് ഊരി ഇടണം, ഭയങ്കര ചടങ്ങമാണ്. എന്നിട്ട് ഞാൻ ഇടാറില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ വണ്ടി കിടക്കുന്നത്, വെയിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്താവോ, നാളെ മറ്റന്നാൾ, ഇന്ന് മഴ പെയ്തോടെ പ്രശ്നമില്ല, നാളെ മറ്റന്നാൾ മഴ പെയ്തായിരുന്നാൽ മതിയായിരുന്നു. വണ്ടി ഇവിടെ 5-10 മണി കൂടി വരുന്നത്. നമ്മുടെ വണ്ടി ഇവിടെയുണ്ട്. ഇവിടെ ഒരാൾക്ക് താഴെ പോണോ? താഴെ പോടി, നല്ല സൂപ്പർ വെള്ളവും തണുപ്പുവാ. ആ, തുറന്നു. ഇനിയിപ്പോൾ നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഓ, ആ വണ്ടിയല്ലേ, ആ ലോറി, ഈ ട്രെയിലർ, അത് ഓടിക്കുന്ന വളരെ യങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ആ, ഒരു 24, നിൻ്റെയൊക്കെ പ്രായമുള്ളല്ലോ, ഒരു ലേഡിയായി വണ്ടി ഓടിക്കുന്നത്. ആ, 5 പറയുന്ന ലേഡി ആയതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചതെന്നല്ല, ഞാനങ്ങനെ നോക്കിയപ്പോഴേക്കും കണ്ടതാണ്. പക്ഷേ കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഓടിക്കുന്നത്. എടി ഇതുണ്ടോ, പിന്നെ UK ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോഴേക്കും ഒരിക്കലും മോട്ടോർ വേയിൽ അടിക്കരുത്. 168 ഇവിടെ ഫ്യൂവലിൻ്റെ പ്രൈസ്. നേരെ തിരിച്ച് നമ്മൾ സാധാ ടെസ്കോയിൽ നിന്ന് എവിടെയെങ്കിലും അടിക്കുകയാണെങ്കിൽ 144 പൗണ്ടാണ് കേട്ടോ. അപ്പം ഈ മോട്ടോർ വേസിൽ പെട്രോൾ ഫ്യൂവൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരിക്കലും നമ്മൾ അവിടെ നിന്ന് അടിക്കരുത്. മാക്സിമം വണ്ടി ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ട് മാത്രം മോട്ടോർ വേയിൽ കൂടെ നമ്മൾ ട്രിപ്പ് പോവുക. അതിനുശേഷം ഫുള്ള് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എവിടെയൊക്കെ നിർത്തി എവിടെ നിന്നൊക്കെ അടിക്കാൻ പറ്റുമെന്ന് നോക്കി അടിക്കുക. ഇതിനിപ്പോൾ നമുക്ക് മോട്ടോർ വേ കയറണമെങ്കിൽ ഇവിടുന്ന് കുറച്ചങ്ങ് പോകണം കേട്ടോ. കാരണം നമ്മൾ മോട്ടോർ വേയിൽ നിന്ന് എക്സിറ്റ് എടുത്തിട്ട് കുറച്ച് കൂടുതൽ ദൂരം ഇങ്ങനെ അകത്തേക്ക് വന്നായിരുന്നു. മതി, എടുത്തോ, മതി, കട്ട് ചെയ്തോ. നമ്മൾ കുറച്ച് മുമ്പ് വന്ന മോട്ടോർ വേ കൂട്ടല്ല കേട്ടോ. മോട്ടോർ വേയിൽ ലൈൻസിന് എണ്ണം കുറഞ്ഞു. ഇതിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ലൈനേ ഉള്ളൂ. പ്ലസ് ഈ സൈഡിൽ വരുന്നത്, ഇതിപ്പോൾ UK ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സൈഡിൽ കാണിക്കുന്ന ഈ സോളിഡ് ലൈൻ ഹാർഡ് ഷോൾഡർ ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴേക്കും മാത്രം വണ്ടി നിർത്താനായിട്ട്, ഇപ്പോൾ ആക്സിഡൻറ്റോ ബ്രേക്ക് ഡൗണോ ഒക്കെ ആകുമ്പോഴേക്കും വണ്ടി നിർത്താനായിട്ട്. നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഇവിടെ വണ്ടി ഓടിച്ചാൽ ഫൈനാണ്, അതും ഹ്യൂജ് ഫൈനാണ് പോലീസ് പിടിക്കുവാണെങ്കിൽ. പക്ഷേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ബോർഡിൽ എഴുതി കാണിക്കും കൺജഷൻ എഹെഡ്, യൂസ് ഹാർഡ് ഷോൾഡർ. അങ്ങനെ ഉള്ളപ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലാതെ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എമർജൻസിയിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം 81 മൈൽ, 1 മണിക്കൂറും 21 മിനിറ്റുമാണ് കാണിക്കുന്നത്. പെർത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് 31 മൈലേ ഉള്ളൂ. പെർത്തിന്റെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴ. ആ മലയുടെ മേളിലൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴയും വെയിലും കൂടിയാണ് കേട്ടോ. കാറ്റും ഉണ്ട്, നല്ല കാറ്റുണ്ട്. മരം ഒന്ന് നോക്കിയേ, ഇതുണ്ടോ? ഇതാണ് നമ്മൾ UK വന്നിട്ട് ഫിഷിംഗ് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാത്തത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഫിഷിങ്ങിന് പോകുന്ന ദിവസം എന്തെങ്കിലും സംഭവിക്കും. ഒന്നെങ്കിൽ വെതർ മാറും, കാറ്റ് വരും. നമ്മൾ ഡീപ് സീ ഫിഷിങ്ങിന് പോയ ദിവസം തിര കാരണം നമ്മുടെ ഫിഷിങ് വരെ ക്യാൻസൽ ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ UK ഇതുവരെ പ്രോപ്പറായിട്ട് ഫിഷിങ് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ 7 ദിവസമുണ്ട്. ഏതെങ്കിലുമൊക്കെ ദിവസം നന്നായിട്ട് വെയിൽ തെളിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് 42 മിനിറ്റേ ഉള്ളൂ കേട്ടോ.
എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നത് പോലെ തോന്നിയതുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഒരു പാർക്കിങ്ങിലാണ് കേട്ടോ. ഈ റോഡിൻ്റെ സൈഡിൽ ഇതുപോലെ പാർക്കിംഗ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കും, അവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത്. എന്നാലും മഴ മാറി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒന്ന് ഇറങ്ങിയൊക്കെ നിന്ന് ഉറക്കം വരുന്ന പോലെ തോന്നിയതേ ഉള്ളൂ. പക്ഷേ എപ്പോൾ ഉറക്കം വരുന്ന പോലെ തോന്നിയാലും ഞാൻ അപ്പോൾ വണ്ടി നിർത്തും, മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പുറകെ വണ്ടിയില്ല, 70 റോഡാണ്, വണ്ടിയൊക്കെ പറന്ന പോകുന്നത് ഇങ്ങനെ വേണ്ടോ. പക്ഷേ 120 km/h ആയിരിക്കും വണ്ടി പോകുന്നത് വേണ്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങി ഒരു 2 മിനിറ്റ് കൂടെ നിന്നിട്ട് പോകാം. നമ്മുടെ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഉറക്കം വരുന്നു തോന്നിക്കഴിഞ്ഞാൽ വണ്ടി നിർത്തുക, 10 മിനിറ്റ് ഉറങ്ങാൻ പറ്റുമെങ്കിൽ 10 മിനിറ്റ് ഉറങ്ങുക. അതല്ലെങ്കിൽ ഉറക്കം നമുക്ക് കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം വണ്ടി ഓടിക്കുക. കണ്ടല്ലോ, അങ്ങോട്ടേക്കൊക്കെ നല്ല മഴക്കാറാണ്. നമ്മൾ വന്ന സ്ഥലത്തേക്ക് അത്രയും കുഴപ്പമില്ല, പക്ഷെ അവിടേക്കൊക്കെ ഫുള്ള് മഴക്കാറാണ്. അങ്ങനെ നമുക്കിനി വെറും 8 മിനിറ്റും കൂടെ ഉള്ളൂ, ഏകദേശം 8 മൈല്. നമ്മൾ ഇത്രയും നേരം വന്ന ആ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി, കുറച്ചും കൂടെ പൊക്കം കുറഞ്ഞ ടൈപ്പ്. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒന്നുകിൽ ഹൈറ്റിലായിരിക്കും, കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മളിപ്പോൾ ഉള്ളത് പെർത്ത് എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്താണ് കേട്ടോ. പെർത്ത് എന്ന് പറഞ്ഞാൽ ഇവർ അറിയപ്പെടുന്നത് ദ ഹേർട്ട് ഓഫ് സ്കോട്ട്ലൻഡ് എന്നാണ് പെർത്ത് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയുള്ള ഡങ്കൽഡ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് നമ്മളിന്ന് താമസിക്കുന്നത്. ഇവിടുന്ന് 8 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയാണ് 2 സൈഡും കാണാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സമ്മർ ആയതുകൊണ്ട് എല്ലായിടത്തും ഇലകളും പൂക്കളും ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ല വിൻ്ററിലൊക്കെ വരുവാണെങ്കിൽ ഇത്രയും ചെടികളൊന്നും നമുക്ക് കാണേണ്ടി വരത്തില്ല. കാരണം എല്ലാത്തിൻ്റെ ഇലയൊക്കെ പോയി വരണ്ട് ഉണങ്ങി നിൽക്കുമായിരിക്കും. ഇതിപ്പോൾ സമ്മറിൻ്റെ ഒരു ഭംഗിയുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണിച്ചെടുത്ത് അഞ്ചു, നല്ല രസമല്ലേ കാണാനായിട്ട്. ഫുള്ള് നല്ല പച്ച വിരിച്ച് കിടക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്റ്റേ എന്ന് പറയുന്നത് നമ്മൾ Airbnb വഴി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഒരു ഫാമിലിയുടെ അവിടെ ആ വീട്ടിൽ ആൾക്കാരുണ്ടായിരിക്കും. അവിടുത്തെ ഒരു റൂം നമുക്ക് പ്രൈവറ്റ് ആയിട്ട്, റൂം, ബാത്റൂം, പിന്നെ എനിക്ക് തോന്നുന്ന കിച്ചൺ, പിന്നെ കോമൺ സ്പേസ് ആണ്. ഇവിടുന്ന് വെറും 4 മിനിറ്റേ ഉള്ളൂ നമ്മുടെ സ്ഥലത്തേക്ക്, അതായത് 1.5 മൈല്. അപ്പോൾ ഇവിടുന്ന് ഒരു റൈറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടുന്നാണ് നമുക്ക് റൈറ്റ് എടുക്കേണ്ടത്. അപ്പോൾ മാപ്പിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് റിവർ തേ കാണാനായിട്ട് പറ്റും. അപ്പോൾ റിവർ തേയിലാണ് ഈ UK ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാൽമൺ ഫിഷിങ് നടക്കുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ മിഡിൽ ലൈനിൽ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. ഓപ്പോസിറ്റ് വണ്ടി ഇല്ലെങ്കിൽ മാത്രം ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ വണ്ടിയൊക്കെ വരുന്നത് ചിലപ്പോൾ 60-70 ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് വണ്ടി ചിലപ്പോൾ ഇപ്പുറം എത്തും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സേഫ് ആയിട്ടെന്ന് തോന്നും മാത്രമേ വണ്ടി എടുത്താൽ മതി. പുറകെ കിടക്കുന്നവരാരും ഹോൺ അടിക്കുകയോ ബഹളം നോക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇൻ കേസ് നമ്മൾ മനഃപൂർവ്വം വല്ല ലേറ്റ് ആക്കിയാൽ മാത്രമേ ഉള്ളൂ അവർ അപ്പോൾ ഹോൺ അടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവരൊരിക്കലും വെയിറ്റ് ചെയ്യും അവിടെ നല്ല പേഷ്യൻ്റ് ആയിട്ട്. എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു കാട് കൂട്ടൊരു സ്ഥലത്തേക്ക് കയറി. റൈറ്റ് സൈഡിൽ പുഴയാണ്, റിവർ തേ ആണ് കേട്ടോ. അവിടുന്ന് കാണത്തില്ല, റിവർ കാണത്തില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള റിവറാണ്. ഇവിടുന്ന് 0.7 മൈൽസ് തൊട്ടടുത്തൊരു പെട്രോൾ സ്റ്റേഷൻ അല്ലേ എൻജോയ് ആണെന്ന്. ഇത് പെട്രോൾ പമ്പ് അല്ലേ? അതെ. രക്ഷപ്പെട്ട്. ഞാൻ ഇവിടുന്ന് പെട്രോൾ അടിക്കുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അവിടെ പ്രൈസ് എഴുതിയിട്ടില്ലല്ലോ. പ്രൈസ് എഴുതിയിട്ടില്ല. ഒരു ലോക്കൽ ഗ്യാരേജും ഉണ്ട് അവിടെ. നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് എത്തുവാണ് കേട്ടോ. നല്ല രസമുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. ഒരു കുഞ്ഞൊരു കമ്മ്യൂണിറ്റി അല്ലേ, റെസിഡൻഷ്യൽ ഏരിയ. ഇവിടെ നമുക്ക് ഒരാൾ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. 4.5 മണിക്കൂറായി അവൾ വണ്ടി ഇരിക്കാൻ തുടങ്ങിയിട്ടോ. 4.5 അല്ല, ക്ലോസ് ടു 5-5.5 മണിക്കൂറായില്ലേ ഡി അഞ്ചു. ഒരു വഴക്കുണ്ടാക്കില്ല. ഇവിടെ എത്താറായപ്പോഴാണ് പുള്ളിക്കാരിക്ക് ചെറിയൊരു മൂഡ് ഓഫ് ഒക്കെ ആയി തുടങ്ങിയത്. അങ്ങനെ നമ്മൾ തപ്പി നടന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വണ്ടി ഈ സൈഡിൽ പാർക്ക് ചെയ്തു. വണ്ടിക്കകത്ത് കുഞ്ഞുമറി ഇരിപ്പുണ്ട് കേട്ടോ. കുഞ്ഞോ, അപ്പയുടെ തമ്പി ചിരിച്ചു കാണിക്കുവാണോ? അപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നതിനുള്ള അടുത്ത 2 ദിവസം. എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? അവിടെയാണോ? ആണോ? ഇനിയിപ്പം നമ്മുടെ വണ്ടിക്കകത്ത് നമ്മൾ ജസ്റ്റ് കീയും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. കുഞ്ഞോ കൈ മാറ്റിക്കോ. ഓക്കെ, ഓൾ സെറ്റ്.
തൽക്കാലം നമ്മൾ വണ്ടിക്കൊന്നും ഒന്നും എടുക്കുന്നില്ല. കുഞ്ഞുമറിയത്തിൻ്റെ ബാഗ്, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിന് ശേഷം എപ്പോഴും വന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ തമ്പിയുടെ ബാഗ് എടുത്തിട്ടുണ്ട്. വേറൊന്നും എടുക്കുന്നില്ല. അഞ്ചു ഇറങ്ങി വാഞ്ചു. അഞ്ചു ഇറങ്ങി വരുന്നു. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം. നിങ്ങൾ രണ്ട് സൈഡിലും നോക്കുവാണെങ്കിൽ നല്ല വീടുകളാണ്. അപ്പോൾ ഞാൻ ആളുടെ ചോദിച്ചു ഈ വീട് എത്ര വർഷം പഴക്കമുള്ളതാണെന്ന്. 50 വർഷം ഏകദേശം പഴക്കമുള്ള വീടാണ് കേട്ടോ. ഈ റോഡിൻ്റെ അങ്ങോട്ടേക്കും വീടുകളുണ്ട്. അതുപോലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ഈ വീട് ഹോസ്റ്റ് ചെയ്യുന്ന ആൾ ഫിഷിങ്ങിന് പോകുന്നതാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആളോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് വരും. അപ്പോൾ കുഞ്ഞുമറിയം ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീട് കാണിച്ചു തരാം. അപ്പം നമ്മളിതേ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ചെരുപ്പിട്ടാൽ കുഴപ്പമില്ലെന്ന് ആൾ പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല ഭംഗിയുള്ളൊരു വീടാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വീട് കേട്ടോ. ഭയങ്കര രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ, ഇവിടെ ഒരു ക്ലിയർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കവർ തരുന്ന റൂം. Oh, thank you. Things for like the shower. If you want a shower afterwards, there's towels. There's towels here if you have a shower. Okay. I'll show you the shower as well. I'll show you how it works. I forgot your name. My name's Michael. Michael, nice meeting you. അപ്പം ഞാൻ ജസ്റ്റ് വാഷ്റൂം കാണിച്ചു കേട്ടോ. ഭയങ്കര രസമായിട്ട്, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, ഭയങ്കര ക്രിയേറ്റീവായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. It's actually thing on. You pull this lever here. Okay. That turns lights on, and then it's just this lever at the bottom, Okay. and that turns round. Oh, Down in the shower. Okay, perfect. Yeah. That's it. That's cool. It's a beautiful house. So there's cereal and there's coffee and tea and, Okay. and things. So that'll all be downstairs for you. And you can just help yourself in the morning, whatever Yeah. you want to get. And we have few things to keep in the refrigerator. That's no problem. No, I'll bring it later. You then. bring it down and I'll put them. Yeah. Sure, No worries. yeah, no problem. I'll be downstairs, so just come and get me. Yeah, we'll get refreshed and we'll come down. Yeah, Thank see you you, very see much, you. guys. Thank you. Thank you. അപ്പോൾ അടിപൊളി, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സ്ഥലം. ഇവരാണെങ്കിലും ഇതുണ്ടോ, കുഞ്ഞപ്പൻ ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ കണ്ടോണേ നൈസായിട്ട് പോകുന്നത്. എന്നാടാ കുഞ്ഞു അത്? പാവയാണോടാ? പാവയാട്ടോ, ചേട്ടൻ തന്നാണേ പാവേനെ. ഇതുണ്ടോ, നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു ഇവിടെ നമുക്ക് ഒരു ഇൻഫൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കൊച്ചിന് വേണ്ടിയിട്ട് ടോയ്സും കാര്യങ്ങളൊക്കെ. നല്ല ഹോസ്റ്റിംഗ് അല്ലേ ഇവരുടെ. അതായത് ഞാൻ ഇവിടെ UK നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ Airbnb അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ബിൽഡിങ്സ് എടുക്കുമ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇവരുടെ ഹോസ്റ്റിംഗ് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഹോസ്റ്റിംഗ് ആണ് ഇവരുടെ. ഭയങ്കര ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ഒരാഴ്ചയൊക്കെ താമസിക്കാൻ പറ്റിയ സ്ഥലമല്ലേ, ചുമ്മാ നടന്നു പോകാനായിട്ടും ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. നേരെ ഫ്രണ്ടിൽ ഇതിൻ്റെ ഏതോ ഒരു സൈഡിലാണ് റിവറത്തെ, എനിക്ക് തോന്നുന്നു ഇപ്പുറത്തെ സൈഡിലാണ്, ഇപ്പുറത്തെ സൈഡിലല്ല, ഇവിടെ ആയിരിക്കും റിവറത്തെ. ഒരാൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, അവിടെ പോയിരുന്ന് കളിയാണേ. കുഞ്ഞോ എന്നാ ചെയ്യുന്നേ? പാവയാണോ? പായാണോ? ആണോ? ബോബോ ഉണ്ടോ കുഞ്ഞാപ്പോ? അതെ, പാവയാണോടാ? ആണോ? കൊച്ചിന് കൊടുത്താണ് കേട്ടോ. ഇനിയിപ്പോൾ അഞ്ച് നമ്മുടെ പരിപാടിയാണ്, നമ്മളിവിടുന്ന് പെട്ടെന്ന് റിഫ്രഷ് ആകുന്ന കൊച്ചിന് ഫുഡ് കൊടുക്കും, അതാണ് മെയിൻ അല്ലേ. കൊച്ചിന് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നടക്കാൻ പോകുന്നു. വേറെ വണ്ടി എടുത്തെങ്കിലും പോകുന്നില്ല ഇന്ന് അല്ലേ. ഇന്ന് നമ്മളൊരു ചില്ലിങ് റിഫ്രഷിങ് ഡേ ആണ്. അപ്പം നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ റൂം കണ്ടോ, ക്യൂട്ട് റൂം അല്ലേ.